നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധുവിന് സുഖമായ ശേഷം അവനൊരു വിവാഹാലോചനയെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അത് അമ്മയുടെ നിർബന്ധം. അമ്മ എന്തിനാ ദേവികയെ തന്നെ മരുമോളായി വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? അതാലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. മാലാഖ ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ഇപ്പൊ കാണുന്നില്ല. എടാ നീ എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിരുന്നതാ. ഇപ്പൊ എവിടെ പോയേ? മുത്തശ്ശി ഇവിടെ നിക്ക്. മാലാഖ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി മാലാഖ നോക്കിട്ട് വരട്ടെ. വേണ്ട കൂട്ടാ, നമുക്ക് പോവണ്ടേ മോനെ? മുത്തശ്ശി ഞാൻ എവിടെയും പോവില്ല. ഞാൻ മാലാഖ നോക്കിട്ട്. മുത്തശ്ശി ഇവിടെ തന്നെ നിക്ക്. ഞാനിപ്പോ വരെ പോവല്ലേ? സിദ്ധു മോനെ, സിദ്ധു സിദ്ധു സൂക്ഷിച്ചു പോണേ മോനെ. ഷോ എന്റെ ഈശ്വര. മുത്തശ്ശി മോനെ, മാലാഖയെ കണ്ടില്ലേ? മാലയെ കാണുന്നില്ല. അയ്യേ, കുട്ടൻ കരയാണോ? ദേ, എന്തിനാ കരയുന്നേ? മാലാഖ പോയില്ലേ? സിദ്ധുവിന് മാലാഖ മുത്തശ്ശിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലോ. സാരമില്ല, കുട്ടൻ കരയാതെ. മാലാഖ ഇനിയും വരും. ദേ, അപ്പൊ ഞാൻ മാലാഖയെ കണ്ടോളാം കേട്ടോ. എന്നാലും മാലാഖ എന്തിനാ പോയ മുത്തശ്ശി? ഞാൻ മുത്തശ്ശിയെ കൊണ്ട് വരുന്ന് പറഞ്ഞിട്ടല്ലേ പോയെ. കുട്ട, നീ അത് വിട്ടുകള. നമുക്കേ മാലാഖ നാളെ പോയി കാണാം കേട്ടോ. ഇപ്പോഴേ മാലാഖയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. അതാ മാലാഖ പോയത്. മുത്തശ്ശി നീ വാ, വരും കുട്ടൻ വാ. മുത്തശ്ശി മാലാഖയെ കാണിച്ചു തരാം കേട്ടോ. വാ കുട്ടൻ വാ, മാലാഖയെ മുത്തശ്ശി കാണിച്ചു തരാം കേട്ടോ. വാ. വല്യച്ഛ, വല്യമ്മേ, എനിക്കൊരു കാര്യം സംസാരിക്കണം. അതിനെന്താ ഒരു മുഖവര? മോൻ പറഞ്ഞോ, എന്താ നിനക്ക് പറയാനുള്ളേ? അല്ല, ഋഷിയേട്ടനും ഗോപികയും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തിടുക്കപ്പെട്ട എന്റെ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകണോ? അവര് സുഖമായിട്ട് വന്നതിന് ശേഷം നടത്തിയാ പോരെ? മോനെ, ഈ കല്യാണാലോചന നടത്തുന്ന തന്നെ ഋഷിയുടെ ആയുസിന് ആപത്ത് വരാതിരിക്കാനും ഗോപികയുടെ ജാതകദോഷം മാറാനും വേണ്ടിയിട്ടല്ലേ? അവളുടെ ജാതകദോഷം മാറാൻ ഇതല്ലേ വഴിയുള്ളൂ. അവർക്ക് വേണ്ടി, അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടിയാ തിടുക്കപ്പെട്ടി കല്യാണാലോചന നടത്തുന്നത്. അതുകൊണ്ട് മോൻ മറ്റൊന്നും ചിന്തിക്കണ്ട. ഏതായാലും ആദ്യം അവരുടെ തീരുമാനം അറിയട്ടെ. ശരി. അല്ല മഹേട്ടാ, അമ്മയെ സിദ്ധു ഇതുവരെ എത്തിയില്ലല്ലോ. ഞാനിപ്പോ അമ്മയെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവര് തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താ മായേ? ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹാലോചന ഇപ്പൊ തന്നെ നടത്തണം. സിദ്ധുവിന് സുഖമായ ശേഷം അവനൊരു വിവാഹാലോചനയെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അത് അമ്മയുടെ നിർബന്ധം. അമ്മ എന്തിനാ ദേവികയെ തന്നെ മരുമോളായി വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? അതാലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ല ഊഹമുണ്ടോ? അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് മായ. അതല്ലാതെ അമ്മ ഇപ്പൊ തന്നെ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹാലോചന നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. സുലോചനയായിരുന്നോ? അതെ, ഞാൻ പെട്ടെന്ന് വരാട്ടോ, ഒന്ന് നിക്കണേ. ആ സുലോചനെ, വരൂ. ഇരിക്കെ. അമ്മയില്ലേ ഇവിടെ? ഞാൻ അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കാനാ വന്നേ. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ സുലോചനെ. എവിടെ പോയി? അമ്പലത്തിൽ പോയിരിക്കുക.
അല്ല, അമ്മയെ കണ്ടിട്ട് എന്താ പറയാനുള്ളേ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീരുമാനം വല്ലതായോ? എന്താ ഞാൻ പറയണ്ടേ? ഇന്നലെ നിങ്ങൾ വന്നു പോയതിനു ശേഷം എന്റെ മോള് ഒരു വക ആഹാരം കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? അവൾ ആകെ സങ്കടത്തില. ഋഷിയുമായുള്ള കല്യാണം മുടങ്ങിയതില് നാണം കെട്ട് ആകെ നിരാശപ്പെട്ട് ജീവിതം തന്നെ വേണ്ട എന്ന മട്ടിലായിരുന്ന അഞ്ജിതയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രതീക്ഷയായിരുന്നു അഭിഷേകിന്റെ ഈ ആലോചന. ആ ആലോചനയുമായി നിങ്ങൾ അവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം കൂടി നടത്താതെ അഞ്ജിതയുടെയും അഭിഷേകിന്റെയും കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഇവിടുത്തെ അമ്മ വാശി പിടിച്ച എന്താ ചെയ്യാ? ദേവികയുടെയും സിദ്ധുവിന്റെയും വിവാഹ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചിന്ത അഞ്ജിതയ്ക്കും ഉണ്ട്. അതാ അവളുടെ പ്രയാസം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം. നമുക്ക് തൽക്കാലം ദേവികയുടെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് അഭിഷേകും അഞ്ജിതയുമായുള്ള കല്യാണ ആലോചനയുമായി മുന്നോട്ട് പോയാലോ? അതല്ലേ നല്ലത്? സുലോചനെ, പറയുന്നോണ്ട് അലോഹ്യം തോന്നരുത്. അഭിഷേകിന്റെ അഞ്ജിതയുടെയും കല്യാണത്തിനൊപ്പം തന്നെ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്നത് അമ്മയുടെ ഉറച്ച തീരുമാന. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു തീരുമാനമില്ല. അല്ലേ മഹേട്ടാ? ഇവിടുത്തെ അവസാന വാക്ക് അമ്മയുടേതാ സുലോചനെ. അതിനെ എതിർത്തോണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ല. ഋഷിയെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഗോപിയുടെ കാല് പിടിച്ചു പറഞ്ഞതാ. അവളത് ചെവിക്കൊണ്ടില്ല. ഇപ്പൊ എന്തായി? അവളുടെ ജാതകദോഷം കാരണം ഋഷിക്ക് അപകടം പറ്റി. അവൻ ഐസിയുലായി. ഇനി ഇതുപോലെ ഒരനിഷ്ട സംഭവങ്ങളും എന്റെ മോനുണ്ടാവാൻ പാടില്ല. അതിന് ഗോപികയുടെ ജാതകദോഷം മാറ്റിയെടുത്തേ മതിയാവും. ആ ജാതകദോഷത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. 2 വിവാഹം കൂടി ഒരുമിച്ച് നടത്താമെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഇല്ലെങ്കിൽ അഞ്ജിതയ്ക്ക് വേറെ ആലോചന നോക്കിക്കോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. എനിക്കെന്തായാലും എന്റെ മോളുടെ മനസ്സ് ഇനിയും വിഷമിപ്പിക്കാൻ പറ്റൂല. ദേവികയോട് ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്കിൽ നല്ലത്. ദേവിക ഞാൻ പറഞ്ഞാ കേക്കും. അവക്ക് അഞ്ജിതയും ഗോപികയും ഒരുപോലെയാ. അനിയത്തിമാരെന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.